ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വലിയ വലിയ ടീമുകൾ ഏറ്റെടുത്തോടുകൂടി പിന്നെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ മണിക്കൂറുകൾ ഇടവിട്ട് വാർത്തകൾ കൊടുക്കുന്നത് കൂടി നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ. നമ്മൾ പിന്നെ എന്താണ്, നമ്മൾ അവരത്ര ഇൻഫർമേഷനൊന്നും നമുക്ക് എന്തായാലും സാധ്യമല്ല. അതുകൊണ്ട് ഇനി അവർ ന്യൂസ് കൊടുക്കട്ടെ, ED അന്വേഷിക്കട്ടെ. നമ്മളൊക്കെ ആവശ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ അന്വേഷണം തുടങ്ങണം എന്നുള്ളതായിരുന്നു. അല്ലാതെ പിന്നെ പരാതികൾ വാങ്ങി വെച്ചിട്ട് അന്വേഷിക്കാതിരിക്കുന്നതിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഒരു റിമൈൻഡർ അയച്ചിട്ട് അല്ലെങ്കിൽ വിവിധ ഏജൻസികൾക്ക് പരാതി കൊടുത്തുകൊണ്ടേയിരിക്കുന്നതല്ല. ഇപ്പോൾ നമുക്ക് ഒരു ഏജൻസി അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ ബഡ്സ് ആക്ട് പ്രകാരം എടുത്തിരിക്കുന്ന നടപടികൾക്ക് വേഗതയില്ല എന്നും പോലീസ് വേണ്ടത്ര അന്വേഷണങ്ങൾ നടത്തുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു തൃശ്ശൂർ അഡീഷണൽ സെഷൻ കോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയുണ്ട്. അപ്പോൾ അത് ഇന്ന് ആണ് അതിൻ്റെ വിശദമായ റിപ്പോർട്ടിന് സമയം ചോദിച്ചുകൊണ്ടുള്ള ടൈം അവസാനിച്ചത്. അപ്പോൾ ഇന്ന് സെഷൻ കോർട്ടിൽ അതിൻ്റെ വിശദമായ റിപ്പോർട്ട് ചേർപ്പ് പോലീസ് SI സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് SI അല്ല, പോലീസ് SI പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൊടുക്കുകയും പ്രോസിക്യൂട്ടർ അത് ജഡ്ജിന് അല്ലെങ്കിൽ കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നാളെ ഇതിൻ്റെ വാദങ്ങൾ, വിശദമായ വാദങ്ങൾ നടക്കും. അപ്പോൾ ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ അവധിയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലോ കോടതി സർക്കാരിനോടോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയോടോ ഈ കേസ് CBI അന്വേഷിക്കുന്നതായിരിക്കും ഉചിതം. നമ്മുടെ ബഡ്സ് ആക്ടിൽ പരാമർശിക്കുന്നത് പോലെ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന കുറ്റകൃത്യമാണെങ്കിൽ അത് CBI അന്വേഷിക്കണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം കൊടുക്കുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ രണ്ട് ഏജൻസികൾ, രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും സമർത്ഥരായ രണ്ട് ഏജൻസികൾ അന്വേഷിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് ഇതുവരെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഈ കേസ് CBIയും EDയും കൂടി സംയുക്തമായിട്ട് അന്വേഷിക്കാൻ ഉള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ED അന്വേഷിക്കുക. കള്ളപ്പണം വെളുപ്പിക്കുന്ന കാര്യങ്ങളും പിന്നെ വിദേശത്തേക്ക് ഫണ്ട് കടത്തിയ കാര്യങ്ങളും ED അന്വേഷിക്കുന്നതായിരിക്കും. അതുപോലെ ബഡ്സ് ആക്ട്, നമ്മുടെ 10,000 രൂപയുടെയും 5 ലക്ഷത്തിൻ്റെ ബോണ്ടും CBIയും അന്വേഷിക്കുന്നതായിരിക്കും. അപ്പോൾ ക്രിപ്റ്റോവും പിന്നെ ഇവരും ശ്രീനാഥ് പ്രതാപനും പിന്നെ നൂറുകണക്കിനായ ലീഡർമാരും കള്ളപ്പണം സ്വരൂപിച്ചതും അതുകൊണ്ട് ആസ്തി വാങ്ങിയതും ED ആയിരിക്കും അന്വേഷിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 10,000-ൻ്റെയും 5 ലക്ഷത്തിൻ്റെയും ബോണ്ടിൻ്റെ കഥകൾ അന്വേഷിക്കുന്നത് CBI ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ രണ്ടും തന്നെ CBI ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വിശ്രമിക്കാനുള്ള സമയമാണ്. നാളെ കൂടി മാത്രമേ ഇവരുടെ ഫേക്ക് ന്യൂസുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവത്തുള്ളൂ. അതിനുശേഷം ഇവരും ഇന്നൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി ഇവരൊക്കെ പരക്കം പായുകയാണ്. അറിയാൻ കഴിഞ്ഞത് പ്രമുഖ ലീഡർമാരെല്ലാവരും തന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കാട്ടിലേക്ക് മുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ന്യൂസിൽ കണ്ടതുപോലെ ചിലപ്പോൾ നാളെ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചിലപ്പോൾ കോടതി കേൾക്കുന്നതായിരിക്കും. 99% ഇവർക്ക് ജാമ്യം നിഷേധിക്കാൻ തന്നെയാണ്. കാരണം അതിന് ഒറ്റ കാരണമേ ഉള്ളൂ,
ഇവർക്ക് സ്വന്തമായി ക്രിപ്റ്റോ ഉള്ള കമ്പനിയാണ്, സ്വന്തമായി വിദേശത്ത് കമ്പനിയുള്ള ഒരു കമ്പനിയാണ് ഇവർ. അപ്പോൾ വിദേശത്തേക്കുള്ള പണം കടത്തി എന്നുള്ള ആ ഒരു വകുപ്പ് അത് അന്വേഷിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ED വരുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് മുങ്ങിയ ആൾക്കാർ പിന്നെയും ജാമ്യത്തിലിടാൻ മാത്രം ബുദ്ധിമോശം കോടതി കാണിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 പ്രൊവിഷൻ വെച്ചിട്ട് ഇവരെ പൂട്ടാനായിരിക്കും നാളെ കോടതിയും ഉത്തരവിടുന്നത്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. പിന്നെ പറയാനുള്ളത് നമ്മുടെ കേസിൻ്റെ കാര്യമാണ്. ആർക്കെങ്കിലും പൈസ ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചേർത്ത ലീഡറെയും കമ്പനിയെയും പ്രതികളാക്കിയിട്ട്, എതിർകക്ഷികളാക്കിയിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. പോലീസിനോട് ബഡ്സ് ആക്ട് പ്രകാരം ഇതിൽ അന്വേഷിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു വെള്ളക്കള്ളാസിൽ എഴുതി കൊടുത്താൽ മാത്രം മതി. അത് അവർ അപ്പോൾ തന്നെ അതിനെ ഒരു റെസീറ്റും തരുന്നതായിരിക്കും. കേസ് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ 1-2 ദിവസം, ചിലപ്പോൾ SHO പിന്നെ അവരുടെ മുതിർന്ന ഓഫീസർമാരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കേസുകൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് CIയോടോ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയോടോ ചോദിച്ചതിന് ശേഷം, ഇത് പ്രമാദമായ കേസായി മാറിയിരിക്കുകയാണ്. ഇനി ഇത് എന്താണ് ഹൈറിച്ചെന്നോ എന്താണ് ഹൈറിച്ച് ചെയ്ത കുറ്റമെന്നോ അറിയാത്ത പോലീസുകാരും തന്നെയില്ല. അതുകൊണ്ട് നിങ്ങൾക്കും ഈസിയാണ്, ഇനി പോകുന്നവർക്കൊക്കെ ഈസി ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആരും തന്നെ മോശമായ രീതിയിലൊന്നും ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുടക്കിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം വൈകിയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെ വിശ്വസിക്കുക. അപ്പോൾ ആരും തന്നെ മറ്റ് ചിന്തകളിലേക്കൊന്നും കടക്കാതെ, അല്ലെങ്കിൽ ഈ ED വന്നു, CBI വരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഓർത്തിട്ട് സ്വയം ശരീരമോ മാനസിക നിലയോ തകരാറിലാക്കാതെ നല്ല ആത്മധൈര്യത്തോടു കൂടി ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് ആൾക്കാരെ പറ്റിച്ച ലീഡർമാർക്ക് അവർ ചെയ്ത ഇതിൻ്റെ ഫലം ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ അടുത്ത് തന്നെ ലോക്കൽ പോലീസ് പോലും ചിലപ്പോൾ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ബൈ.